ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ആ പത്രം ഞാൻ താ. പ്രിയങ്കയുടെ ഫോട്ടോ ഉള്ള പത്രം അതിനകത്താണല്ലോ. എന്റെ ദൈവമേ, ഇത് ഇന്നത്തെ പത്രമാണല്ലോ. ആരേത് ഇവിടെ കൊണ്ടുവച്ചേ? ഓ, എങ്ങും ഇല്ലാത്ത പോലെ ഇന്നെന്താ നിനക്കൊരു പത്രം വായന? എന്റെ അമ്മയെ ഞാൻ വായിക്കുന്നൊന്നുമില്ല. ഇനി മുതൽ ഞാൻ പത്രം കൈയോട് തൊടുന്നുമില്ല. പറച്ചില് കേട്ടാ ഇതിനു മുമ്പ് തൊട്ടതുപോലെ. എന്റെ കൃഷ്ണ, ഇത്രയും നേരം ഞങ്ങളെ കളിപ്പിച്ചെങ്കിലും പ്രത്യക്ഷപ്പെട്ടല്ലോ. ദാ, അമ്മ അന്വേഷിച്ച കാര്യം. ഇനി അമ്മ കയ്യിൽ വെക്കുന്ന ഒരു കാര്യവും ഞാനെടുത്ത് ചന്തം നോക്കുന്നുമില്ല, വിശേഷം തിരക്കുന്നുമില്ല. അതെ, ആ പത്രം ഞാൻ താ. ഒരു കാര്യം തെരഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. ചേട്ടത്തി അനിയത്തിയും പത്രവായന തുടങ്ങി. ആ, വായിക്കുന്ന നല്ലതാ. മനസ്സൊന്ന് വൃത്തിയായി കിട്ടും. ഉർവശി, നീ വാ. അമ്മ രാവിലെ തന്നെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്ക. എന്നാ നീ തന്നെ വെച്ചോ, പിടിച്ചോ, വാ. ഇങ്ങ വാ. ഇതെന്തിനാ ഇപ്പൊ തെരഞ്ഞെടുത്തേന്നറിയോ? നിനക്ക് തരാനാ. മുത്തശ്ശി, കയ്യില് വച്ചോ. കണ്ണൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഭഗവാൻ കണ്ണൻ മാത്രമല്ല, നിന്റെ മനസ്സിലുള്ള കണ്ണനും. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? നമ്മൾ ഒന്നിച്ച് കണിമംഗലത്തേക്ക് തിരിച്ചു പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പൊ അച്ഛൻ മാത്രം പോകുന്നേ? എടാ, അത് നമ്മുടെ മാനേജർ പവിത്രം പറ്റിച്ച പണിയാ. ഇന്നലെ കണക്കുകളിലെ കുറച്ച് കാര്യങ്ങൾ നീ പവിത്രനെ ബോധ്യപ്പെടുത്തിയില്ലേ? അതൊക്കെ ഒന്ന് തിരുത്തിയെടുക്കുന്നവരെ വരുൺ സാർ ഇവിടെ ഉണ്ടാകുമോ എന്ന് അയാൾ ചോദിച്ചു. എന്നാലായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു.
എന്നാലും എന്ത് പണിയാ അച്ഛാ ഈ കാണിച്ചത്? ഞാനും അച്ഛനോടൊപ്പം പോരാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിപ്പോ കടല് കടന്ന് പോകാനൊന്നും ഇല്ലല്ലോ. നിനക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വന്നൂടെ? ഇന്ന് അയാളുടെ കൂടെ ഒന്ന് ഇരിക്ക. സൂര്യക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ടങ്ങ് പോരെ. അല്ല അച്ഛൻ എങ്ങനെ പോകുന്നേ? എന്റെ കാറില് ഡ്രൈവർ ഇപ്പൊ വരും. എന്നാലേ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ അതിന് എതിര് പറയരുത്. എന്താ? ഇപ്പോ ഞാൻ അച്ഛന്റെ കൂടെ കണിമംഗലത്തേക്ക് വരുന്നു. എന്നിട്ട് അച്ഛനെ ഞാൻ അവിടെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോളാം. ഭ്രാന്തുണ്ടോടാ നിനക്ക്? ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ? ആ പാവപ്പെട്ട ഡ്രൈവർ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അയാളുടെ കാര്യത്തിൽ അച്ഛന് സെന്റിമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. എന്തൊക്കെ ആയാലും ഞാൻ എന്റെ മകനോട് കാണിക്കുന്ന സെന്റിമെന്റ്സ് അയാളോട് കാണിക്കണോ? അച്ഛാ, അതെ, അമ്മയും മുത്തശ്ശിയൊക്കെ ഒന്ന് കാണണം. കുറേ ദിവസമായി ഞാൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ട്. ഇന്നും ഞാൻ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ദേ, ഇന്ന് ചെന്നില്ലെങ്കിൽ മുത്തശ്ശി എന്നോട് പിണങ്ങും. മുത്തശ്ശി പിണങ്ങിയാ പിന്നെ ഞാൻ കൈവിട്ട് പോവച്ച. ലോങ് ഡ്രൈവ് ഒന്നും അച്ഛൻ കാര്യമാക്കണ്ട, ഞാൻ കൂടെ വരാം. ഇനി ഞാൻ എതിർപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. മാത്രമല്ല, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവിടം വരെ എത്തുന്നത് അറിയില്ലല്ലോ. അങ്ങനെ പറ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഓ, ആയിക്കോട്ടെ. വാ. ഏട്ടാ, എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ഇവൻ വരുന്നില്ലെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അവൻ അമ്മയെ കാണണം, മുത്തശ്ശിയെ കാണണം. വല്ലാത്ത ബഹളം തന്നെ. അവൻ എന്നെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചുകൊണ്ട് വരും. നിനക്ക് ഭ്രാന്തുണ്ടടാ. അതെ, ഇത്രയും ദൂരം ലോങ് ഡ്രൈവ് ചെയ്തിട്ടേ അതേപോലെ തന്നെ തിരിച്ചു വരണ്ടേന്നല്ലേ? അച്ഛൻ അതെന്നോട് ചോദിച്ചതാ. അതുകൊണ്ടേ ഇനി ഏട്ടന് സ്കോപ്പില്ല. അതെ ഏട്ടാ, ഡ്രൈവിംഗ് എനിക്ക് ഒരു ഹരമല്ലേ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നോളാം. കുറച്ചും കൂടി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എല്ലാരും കൂടി ഒരുമിച്ച് പോയി തിരിച്ചു വരായിരുന്നല്ലോ. മിസ്റ്റർ സൂര്യ, താങ്കൾ ഇപ്പൊ മാനേജർ പവിത്രന്റെ അടുത്ത് നിന്ന് ഇന്നലെ ബാക്കി വെച്ച കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി വെക്കും. ഓക്കെ സാർ. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, ഞങ്ങൾക്ക് പോയേ പറ്റൂ. എന്നാ പിന്നെ അച്ഛൻ ഇറങ്ങട്ടടാ. ശരി അച്ഛൻ. ദേ, താമസിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണെങ്കിലും സൂക്ഷിക്കണം കേട്ടോ. അന്ന് എന്തോ ഒരു അബദ്ധത്തിന് ഏതോ ഒരുത്തൻ ഈ വഴി വന്നു എന്ന് കരുതി എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല അച്ഛാ. അത്യാവശ്യം എന്ത് കാര്യം വന്നാലും നേരിടാനുള്ള ചങ്കൂറ്റൊക്കെ എനിക്കുണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ടോ. ശരി.